നമ്മളെ പൊളിഞ്ഞു. എടാ നിന്റെ കിളി പോയത് എനിക്ക് ഇന്നോട് പോരുത്. കാറിൽ കൂടി വഷളാകത്തുള്ളൂ. പറഞ്ഞാൽ മനസ്സിലാക്കുന്നേ. കറക്റ്റ് ബ്രോ, മൈക്കിൾ പറയുന്നത് ശരി. ഇന്ന് നീ അവിടെ പോകേണ്ടത് ഇങ്ങനെയല്ല ഡീൽ ചെയ്യേണ്ടത്. അവൾ എന്തിനത് ചെയ്തതെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ അല്ലേ? ഒന്നും കൂടി ആലോചിച്ചോ, ഇതിനേശം തിരിച്ചു വരില്ല. പ്ലീസ് ബ്രോ, ആലോചിച്ചെടുത്ത് തീരുമാനം എടുക്കണം. നമ്മുടെ സ്വപ്നങ്ങളൊക്കെ നശിക്കും. നമ്മൾ ജയിലിൽ പോകും. ഇതൊക്കെ കൂടി എല്ലാം കൈവിട്ട് പോകും ബ്രോ. എടാ ഞാനിത് കുറെ ആലോചിച്ചതാണ്. ഞാൻ എന്തായാലും ഇന്ന് അവളെ കണ്ടിരിക്കും. ഞാനത് തീരുമാനിച്ചതാണ്. എടാ ലെറ്റ്സ് ഗോ. വാ പോലെ. അവളാണോ? എടുക്കല്ലേ നീ തന്നെ. ഹലോ, വീട്ടിലെത്തിയോ മൈക്ക്? ഏത് വീടോ? വീട്ടിലോട്ട് പോണെന്നല്ലേ പറഞ്ഞേ? എന്താ ശബ്ദത്തിനൊരു മാറ്റം? അതെ അതെ, ഞാൻ വന്നുകൊണ്ടിരിക്കുന്നതാണ്. എങ്ങോട്ട്? നിനക്ക് ഇതുവരെ എൻ്റെ ശബ്ദം മനസ്സിലായില്ലേ? എന്ത് നല്ല ദിവസം. ഇതാരാ സംസാരിക്കുന്നേ? മൈക്കല്ലേ? എനിക്ക് ഇതുവരെ എന്നെ മനസ്സിലായില്ലേ? അതെ, ശിവയാണ് സംസാരിക്കുന്നത്. നിനക്കെങ്ങനെ മൈക്കിളിനെ അറിയാം? നീ വിചാരിച്ചോ ഞാനൊന്നും അറിയില്ലാന്ന്? മൈക്കിളും ഞാനും ഫ്രണ്ട്സാടി. എനിക്കൊരു സർപ്രൈസ് ഉണ്ട്. നീ വീടിൻ്റെ പുറത്തേക്ക് വാ, ഞാനിവിടെ നിൽപ്പുണ്ട്. കണ്ടാ? ആ പുറത്തേക്ക് വാ, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും. ഇവിടുന്ന് പോ, എനിക്കാരെയും കാണണ്ട. ഇത് നിന്റെ തറവാടല്ലേ? ഇവിടെ വെറുതെ ഒരു സീൻ ഉണ്ടാക്കും. ചുറ്റിനും നിന്റെ നാട്ടുകാരും വീട്ടുകാരൊക്കെയാണ്. ഇല്ല ഞാൻ വരില്ല. എനിക്കാരെയും കാണണ്ട. ആ പുറത്തേക്ക്, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും. ആ പുറത്തേക്ക്. ഇല്ല ഞാൻ വരില്ല. അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും. ഇല്ല ഞാൻ വരില്ല. ഹലോ ഹലോ, അവള് ഫോൺ എറിഞ്ഞ് പൊട്ടിച്ചെന്ന് തോന്നുന്നു. അവൾ വിചാരിച്ച ഫോൺ എറിഞ്ഞ് പൊട്ടിച്ചാൽ എനിക്ക് അവളെ വിളിക്കാൻ നമ്പർ ഇല്ല എന്നാണ്. എൻ്റെ കയ്യിൽ അവളുടെ മറ്റേ നമ്പറും ഉണ്ട്. നീ ഇങ്ങോട്ട് വന്നില്ല, ഞാൻ അങ്ങോട്ട് വരും. നിങ്ങളിവിടെ നിൽക്കുക, ഞാൻ പോയിട്ട് വരാം. എടാ നിന്ന്, എനിക്കൊരു കാര്യം പറയുന്നുണ്ട്. എടാ എനിക്ക് മനസ്സിലാവും നിനക്ക് സംഭവിച്ചത്. പക്ഷെ നീ ഒരു കാര്യം അറിയിക്കണം, എന്തിനും ചെയ്യുന്നതിന് മുമ്പ്
പെടുന്നത് നീ മാത്രമല്ല, ഞങ്ങൾ രണ്ടും കൂടിയാണ്. എനിക്ക് തന്നെ നന്നായിട്ട് അറിയാം. മൈക്കിളെ ഇവൻ പറയണ വിശ്വസിക്കരുത്. ഇവൻ പോയി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പെടും. എനിക്ക് പേടിയാകുന്നുണ്ട്. ഇവർ തമ്മിൽ ഇന്നൊന്നിലും തുടങ്ങിയ പ്രശ്നമല്ല, കുറേ നാളായി തുടങ്ങിയിട്ട്. കാരണം ഇവള് ക്രിസ്ത്യൻ, ഇവൻ ഹിന്ദുവാണ്. അതുകൊണ്ട് തന്നെ പാരൻസ് സമ്മതിക്കാൻ പോണില്ല. ഇവരാണെങ്കിൽ ഇവളെ വിടാനും വയ്യ. അവൾ കുറേ ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ ഇതെല്ലാം പറഞ്ഞ് 100,000 പ്രശ്നങ്ങളാണ് ഇവർ തമ്മിൽ. അങ്ങനെ ഇവർ തമ്മിൽ തെറ്റിയത്. അവൾ പറഞ്ഞിരുന്നൊരു പാസ്റ്റിനെ കുറിച്ച്, പക്ഷേ ശരിയാണെന്ന് അറിഞ്ഞില്ല. നീയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോഴും അവൾ എൻ്റെ ഗേൾ ഫ്രണ്ട് തന്നെയാണ്. ഞങ്ങൾ ഒഫീഷ്യലി പിരിഞ്ഞിട്ടില്ല. എടാ നീ പോയിട്ട് വാ, ബോളിപ്പം നിന്റെ കോട്ടിലാണ്. നീ പോയി കാര്യങ്ങൾ തീരുമാനം ഉണ്ടാക്കുക. കുഴപ്പമൊന്നുമില്ല, പോയിട്ട് വാ. പോയിട്ടോടാ. അവനെപ്പോഴെങ്കിലും വരുവാടാ. അകത്തെന്താ സംഭവിക്കുന്നത് എനിക്ക് പിടിയില്ല. പണി കിട്ടോ? എന്തുപറ്റി? നീ വല്ലാണ്ട് ടെൻഷൻ ആവുന്നുണ്ടല്ലോ. എന്താ? ഒന്നുമില്ല. എന്തു പറ്റി പറ. ഒന്നുമില്ലടാ, ഒന്നുമില്ല. അവിടെ പോവാം, എല്ലാം കഴിഞ്ഞ്. എന്താ സംഭവിച്ചത്? ഞാൻ പറയാം. നമുക്ക് ഇവിടെ നിന്നൊന്നും മാറാം. ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ലേറ്റായി. ആൾക്കാർ ശ്രദ്ധിക്കുന്നതായിരുന്നു ഇപ്പോഴാണ് ഓർത്തെ. നീ വാ, ഞാൻ പറയാം. നീ ആ നായിനോട് ചോദിക്കാൻ എന്താ ചെയ്തെന്ന്. അവൻ ഇത്ര നാൾ അവളോട് ഫ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കണായിരുന്നു. മൈക്കിളെ, ഞാൻ ഇവൻ എൻ്റെ ബ്രദറിനെ പോലെയാണ് കണ്ടത്. അവൻ ഇത്ര നാൾ അവളായിട്ട് ഫ്ലേറ്റ് ചെയ്യണമായിരുന്നു. അവൾ തേച്ചതിനേക്കാളും വേദന എനിക്ക് ഇപ്പം തോന്നുന്നുണ്ട്.